في الحضور والاستعمال بدعاء الطهور له مبارك യതയമ്മു അനിൽ ഹദസൈനി രണ്ട് അശുദ്ധികൾ തൊട്ട് തയമ്മം ചെയ്യണം. രണ്ട് അശുദ്ധികൾ തൊട്ട് തയമ്മം ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് അശുദ്ധികൾ? വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും. അപ്പോൾ വലിയ അശുദ്ധി എന്ത് ചെയ്യണം? വിശാൽ പോലെ കുളിക്കണം. ചെറിയ അശുദ്ധി എന്ത് ചെയ്യണം? പക്ഷെ ഇവിടെ ഉദു ചെയ്യാൻ കുളിക്കാൻ വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം. അതാണ് നമ്മുടെ വിഷയം. എന്തിനു വേണ്ടി? വെള്ളം ഇല്ലാത്തതിന് വേണ്ടി. വെള്ളമില്ലാത്തതിന് വേണ്ടി തയമ്മം ചെയ്യണം. നമുക്ക് ഇപ്പൊ തയമ്മം ചെയ്യണം. അപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കും, കുറച്ച് വളവുമാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കാറുകാരും അതിന്റെ തെളിയോട് അതിന്റെ ഹദീസിന്റെ ഖുർആനിൽ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മൾ തെളിവായി പറയേണ്ടത് അല്ലാഹു തആല പറയുന്ന സൂറത്തുൽ നിസാ 40-ാമത്തെ ആയത്തിൽ വഇൻ കുൻതും മർവാ, നിങ്ങളിൽ ആരെങ്കിലും രോഗികളായാൽ, ഔ അലാ സഫറിൻ, അല്ലെങ്കിൽ യാത്രയിലായി, ഔ ജാഅ അഹദുൻ മിൻകും മിനൽ ഗായിത്തി, അല്ലെങ്കിൽ കാഷ്ടിച്ച ഒരാൾ വന്നു, പച്ചമലയാളത്തിലൊക്കെ തൂങ്ങിയിട്ട് വന്നു, ഔ ലാ മസ്തുൻ നിസാ, അല്ലെങ്കിൽ സ്ത്രീകളെ സ്പർശിച്ചു. എന്താ? സ്ത്രീകളെ സ്പർശിച്ചു. പലം തെറ്റിക്കുമാൻ, മാത്രമല്ല വെള്ളത്തെ എത്തിച്ചിട്ടില്ല എങ്കിൽ ഫതയമ്മു സഈദൻ തയ്യിബൻ, നല്ല മണ്ണ് കൊണ്ട് നിങ്ങൾ തയമ്മം ചെയ്യണം. ഇതാണ് ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീകും, നിങ്ങളുടെ കൈയിലെ മുഖങ്ങൾ നിങ്ങൾ തടവണം. സാധാരണക്കാർക്ക് അല്ല, നമ്മളിപ്പോ ആയത്തെ മാത്രമല്ല നോക്കുക. നമ്മൾ ഈ വിശദീകരണത്തിൽ എടുക്കുമ്പോൾ നമ്മളിപ്പോ ചില ആയത്തുകൾ നേരെ കിട്ടില്ല. നമ്മൾ തൂഫലൊക്കെ ഇതേ ആയത്തുകൾ, തൂഫ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ കിതാബാണ്. ആ കിതാബിലൊക്കെ എങ്ങനെയുള്ളത്? എന്ത് തയമ്മം ഇതേ എന്താ ആയത്താണ് തെളിവായി കൊടുത്തത്. കാണിച്ചാൽ 3-6 പേജ് ഇതിലും പറയുന്നത് ബഹുമാനപ്പെട്ട അപ്പോ ഈ സ്ത്രീകളെ സ്പർശിക്കാനുള്ളത് അതും മുന്നേ ആളുകൾക്കാണ്. അത് യാത്ര സ്ത്രീകൾ അല്ല, ഈ ഔലാവസ്ഥ പറഞ്ഞത് അത് സാധാരണ പറ്റൂലേ? ഔലാവസ്ഥ സാധാരണ പറ്റൂലേ? എന്റെ ചോദ്യം, അത് പറ്റൂലേ? അതിനെ പറ്റൂലേ? അത് പറയാ കഴിഞ്ഞ